മരുഭൂമിയുടെ ഗർഭപാത്രമാണ് മരുഭൂമി. അവിടെ അവൻ ഈ ആത്മാവിന്റെ ശക്തി കൊണ്ട് ജീവിച്ചു. വന്യമൃഗങ്ങളോട് അവൻ പോരാടി. വന്യമൃഗങ്ങളിൽ നിന്നുള്ള വാക്ക് കടുവയും പുലിയും എന്നുള്ള അർത്ഥത്തിലല്ല, തേരിയോൺ എന്നൊരു ഗ്രീക്ക് വാക്കാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വെളിപാടിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കടലിൽ നിന്ന് വന്യമൃഗം കയറി വന്നു. തേരിയോൺ പിശാച് എന്ന അർത്ഥത്തിലാണ്. കടുവയും പുലിയും എന്നുള്ള അർത്ഥത്തിലായിരുന്നെങ്കിൽ സൂൺ എന്നൊരു വാക്കാണ് ഉപയോഗിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, പിശാചിനോട് അവൻ മരുഭൂമിയിൽ യുദ്ധം ചെയ്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ ആത്മാവിന്റെ ശക്തി കൊണ്ടാണ്. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. മാർക്കോസ് എഴുതി വെച്ചിരിക്കുന്നത് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് എറിഞ്ഞു എന്നാണ്. എക്ബോലോ എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ആത്മാവ് ഈശോയെ മരുഭൂമിയിലേക്ക് എറിഞ്ഞു. എക്ബോലോ, ബോൾ, ബാലിസ്റ്റിക് മിസൈൽ, എറിയ. ദൈവമക്കളെ, നമുക്ക് പരിശുദ്ധാത്മാവ് അപ്പൊ അതുകൊണ്ട് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 38-ാം തിരുവചനത്തിൽ അതുകൊണ്ടാണ് ഇതറിഞ്ഞ ശിഷ്യന്മാര് പറയുകയാണ്, നസ്രയനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും. ശിഷ്യന്മാർ പറയാണ്, ദൈവമായ കർത്താവ് ഈശോയെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു എന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്കറിയാം. ഈശോ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മള് ഈ ഈശോയെ കുറിച്ചൊന്ന് അറിയണം, മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എന്തിനാണ് ഈശോയെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ അന്വേഷിക്കുന്നത്? എല്ലാവരും ഈശോയെ എന്ന് വിളിച്ച് ഈശോയെക്കുറിച്ച് പഠിക്കാൻ താല്പര്യം, ഈശോയെക്കുറിച്ച് കേൾക്കാൻ ദാഹം. ചിലർക്കൊന്നും അതില്ല. എന്നാൽ കുറേ ആൾക്കാർക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. എന്തിനാണെന്നറിയാമോ? ഈശോയെക്കുറിച്ച് നമ്മൾ അറിയുന്നത് നമ്മളുടെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരമാണ് ഈശോയുടെ ജീവിതം. ഈശോയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് അറിവ് കിട്ടുന്നേ. നമ്മുടെ കാര്യമൊക്കെ ആവും. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈശോയെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഈശോയെക്കുറിച്ച് എന്തുമാത്രം നമുക്കറിയാമോ അത്രമാത്രം നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അറിവ് കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കവിഞ്ഞ ജീവിതമായിരുന്നു ഈശോയുടേത്. അതുകൊണ്ട് നമുക്കും ആത്മശക്തിയുള്ളവരാണ്. നമുക്കിത് പഠിക്കാൻ ഏറ്റവും നല്ല സുവിശേഷം എന്ന് പറയുന്നത് ലൂക്കായുടെ സുവിശേഷം. ഈ ലൂക്കായുടെ സുവിശേഷത്തിന് വിളിക്കുന്ന പേര് പരിശുദ്ധാത്മാവിന്റെ സുവിശേഷം എന്നാണ്. പ്രത്യേകമായ രീതിയിൽ ലൂക്ക പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ലൂക്കായുടെ സുവിശേഷത്തിലൂടെ പ്രവേശിക്കും. പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച ഈശോ ഈ പരിശുദ്ധാത്മാവ് നിറയാൻ എന്താ ചെയ്തതെന്നറിയാമോ? ഞാൻ ആവർത്തിക്കുന്നു, ശ്രദ്ധിച്ച് കേൾക്കണം. പരിശുദ്ധാത്മാവിനാൽ നിറയാൻ, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച ഈശോ ഒരു കാര്യം ചെയ്തു. ഒറ്റ കാര്യമേ ചെയ്തുള്ളൂ. ആ കാര്യം നമ്മൾ ഫോളോ ചെയ്താൽ നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറയും. എന്താ അതിന്റെ പേര്? ഈശോ എന്ത് ചെയ്തു? ഈശോ പ്രാർത്ഥിച്ചു. ഒറ്റ കാര്യം ചെയ്താൽ മതി, പരിശുദ്ധാത്മാവ്. പ്രത്യേകിച്ച് പൈസ കൊടുക്കണ്ട, പ്രത്യേകിച്ച് കാഴ്ചവെപ്പൊന്നും വേണ്ട, പ്രത്യേകിച്ച് ആദ്യവിളവ് കൊടുക്കണ്ട, പള്ളിക്ക് നിലവിളക്ക് വാങ്ങിച്ചു കൊടുക്കണ്ട. ഒറ്റ കാര്യം ചെയ്താൽ മതി, പ്രാർത്ഥിച്ചു. ഈശോയുടെ ജീവിതത്തെ രണ്ട് രീതി നമ്മൾ കാണുകയാണ്. പരിശുദ്ധാത്മാവ് നിറയാൻ ഈശോ പ്രാർത്ഥിച്ചു. എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു? ഒന്ന്, ഒരു ഭക്തനായ യഹൂദൻ എന്ന നിലയിൽ ഈശോ എങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ, ഈശോ ഒരു യഹൂദ കുഞ്ഞ് വളർന്ന് യഹൂദ പുരുഷൻ 33 വയസ്സ് വരെ എങ്ങനെ ജീവിച്ചു? അപ്പോഴൊക്കെ ഈശോ ഒരു യഹൂദൻ എന്ന നിലയിൽ എന്ത് ചെയ്തു? എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചത്? രണ്ട്, രക്ഷകൻ എന്ന നിലയിൽ, മിശിഹ എന്ന നിലയിൽ ഈശോ പരിശുദ്ധാത്മാവിന് വേണ്ടി എങ്ങനെ പ്രാർത്ഥിച്ചു? ഇത് രണ്ടും ഒന്നും മനസ്സിലാക്കിയാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെയും ഇത് തന്നെ. അതായത് നമ്മളൊരു ക്രിസ്ത്യാനി, ഭക്തനായ ക്രിസ്ത്യാനി, ഭക്ത
ഭക്തയായ ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി? 2, നമുക്കൊരു പ്രത്യേക വിളിയുണ്ട്. എല്ലാവർക്കും ഒരു പ്രത്യേക ദൗത്യമുണ്ട്. എന്താ ദൗത്യം? മറ്റുള്ളവരെ രക്ഷിക്കുക. To solve the problem of the society. ഇതാണ് എല്ലാ മനുഷ്യന്റെയും ജീവിത വിളി. നമ്മൾ എന്തിനാ സൃഷ്ടിച്ചേക്കുന്നത്? To solve the problem of the society, of the world. എന്തുമാത്രം പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കുമോ അത്രമാത്രം നമ്മൾ മഹാന്മാരായി മാറും, മഹതികളായി മാറും. മൈക്രോസോഫ്റ്റ്, അതിന്റെ ഉടമസ്ഥൻ ബിൽ ഗേറ്റ്സ് കമ്പനി തുടങ്ങുകയായിരുന്നില്ല ആദ്യമേ. He started to solve the problem of the society. അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മൈക്രോസോഫ്റ്റ് വളർന്നു, പൈസ ഇഷ്ടം പോലെ കിട്ടി. അങ്ങനെ സമ്പന്നരാകുന്ന മഹാന്മാരാകുന്ന മഹതികളാണ്. അല്ലാതെ ആദ്യമേ നമ്മളങ്ങ് ബേക്കറി കച്ചവടം തുടങ്ങുകയല്ല. നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി തീരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രശസ്തിയും പണവും അധികാരവും എല്ലാം നമ്മൾ വന്നു ചേരും. അപ്പോ നമ്മൾ ഇതിനാ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്? ടു സോൾവ് ദ പ്രോബ്ലം ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ ഒരു ദൗത്യം നിർവഹിക്കുന്ന വ്യക്തി എന്ന നിലയിൽ എൻ്റെ വിളിയുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് എന്നിൽ എങ്ങനെയാണ് നിറയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? ആദ്യത്തേത്, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഈശോയുടെ ജീവിതം എന്താണ്? ഒരു ഭക്ത യഹൂദൻ എന്ന നിലയിൽ ഈശോ എങ്ങനെ പ്രാർത്ഥിച്ചു? 2, മിശിഹ എന്ന നിലയിൽ, ലോകത്തിന്റെ രക്ഷകൻ എന്ന നിലയിൽ എങ്ങനെ പ്രാർത്ഥിച്ചു? ഇത് 2 നമ്മളെന്നറിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഈ ഭക്തനായ യഹൂദൻ, അത് പറയാൻ നമുക്ക് ഏറ്റവും നല്ലത്, ഈശോ ജീവിതത്തിൽ ഒരു യഹൂദൻ എന്ന നിലയിൽ 3 രീതിയിൽ ഈശോ പ്രാർത്ഥിച്ചു എന്ന് ബൈബിളിന്റെ ഒരു സൂചനയുണ്ട്. ഒന്നാമത്തത് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. ഈശോ താൻ വളർന്ന സ്ഥലമായ നസ്രത്തിലെത്തി. പതിവ് പോലെ അവനൊരു സിനഗോഗിൽ പ്രവേശിച്ചു, വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ 61-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ അവന്റെ കണ്ണിൽപ്പെട്ടു. അവൻ വായിച്ചു, കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഒരു ഭക്തനായ യഹൂദൻ എന്ന നിലയിൽ ഈശോ എങ്ങനെയാ പ്രാർത്ഥിച്ചത്? 1, പ്രാദേശികമായ ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിൽ ഈശോ പതിവായി പോയിരുന്നു. പതിവ് പോലെ, ആ വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഈശോ ഒരു ഭക്തനായ യഹൂദൻ എന്ന നിലയിൽ പതിവ് പോലെ പോയി. എവിടെ? പ്രാദേശിക പ്രാർത്ഥനാ കേന്ദ്രത്തിൽ. എന്നിട്ടോ അവിടെ ചെന്ന് വെറുതെ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് അവിടെ ചെന്ന് പുസ്തകം എടുത്തു. ആ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ നടക്കുന്ന 3 കാര്യങ്ങൾ: 1, സങ്കീർത്തനം വായിക്കും; 2, പ്രവാചകഗ്രന്ഥം വായിക്കും; 3, ഈ വായിച്ചതിനെ കുറിച്ച് വ്യാഖ്യാനിക്കും. ഈ 3 കാര്യങ്ങളേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. അവരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ബൈബിൾ പഠനമാണ്. പ്രിയപ്പെട്ടവരെ, കൊന്ത ചൊല്ലുന്നതും കൊന്ത ചൊല്ലുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് ഈശോ കാണിച്ചു തന്നെ എന്താണ്? ഈ പുസ്തകം തിരയുന്നതാണ്. ഇത് തുറക്കുക, ഇതിനകത്ത് എന്ത് പറഞ്ഞിരിക്കുന്നു, പഠിക്കുക, വായിക്കുക, വ്യാഖ്യാനിക്കുക. അയ്യോ, ഇത് വ്യാഖ്യാനിക്കാൻ തന്നെ ഞാൻ മയങ്ങി വീഴുമല്ലോ, പേടിയാ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞു. ഈ പുസ്തകം വായിച്ചിട്ട് നമുക്കറിയാവുന്ന രീതിയിൽ വ്യാഖ്യാനിക്കണം. സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ആക്റ്റീവ് അല്ലേ? 2 വചനം എടുത്ത് ചുമ്മാ അങ്ങോട്ട് പറഞ്ഞേ, 4 കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തേ. ഇതിന്റെ പേരാണ് പ്രാർത്ഥനാ ജീവിതം. കൊന്ത ചൊല്ലിക്കോ, നല്ലതാണ്. കുരിശിന് വഴി നടത്തി, നല്ലതാണ്. ഈശോ കാണിച്ചു തന്ന പ്രാർത്ഥനാ ജീവിതം, പരിശുദ്ധാത്മാവെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള അവന്റെ ജീവിതം എന്താണ്? അവൻ ബൈബിൾ എടുത്തു. അതിലുള്ള സഹനദാസനെ കുറിച്ച് അവൻ അന്വേഷിച്ചു. ജോബിന്റെ പുസ്തകത്തിലെ സഹനത്തെ കുറിച്ച് അവൻ പഠിച്ചു. ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സഹനത്തെ സ്നേഹിക്കേണ്ടവനാണ് ഞാനെന്ന് ഈശോ വചനത്തിലൂടെ ബോധ്യപ്പെട്ടു. അതാണ് ഈശോ വ്യാഖ്യാനിച്ചു പഠിച്ചു. അപ്പൊ ഈശോയ്ക്ക് കൊടുത്ത വചനഭാഗമാണ് യെശയ്യായുടെ പുസ്തകം 61-ാം അധ്യായം 1 മുതലുള്ള വാക്യം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് വായിക്കുമ്പോഴേ ഈശോ അതിനകത്ത് ഒരു വാക്യം അങ്ങ് വിട്ടുകളഞ്ഞു.
അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈശോ നന്നായിട്ട് പഠിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. വചനം പഠിച്ച ആളായിരുന്നു ഈശോ. അതായത് യെശയ്യായുടെ പുസ്തകം 61 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതിനകത്ത് 5 കാര്യങ്ങളാണ് ഒരു മിശിഹായുടെ ഡ്യൂട്ടി അഥവാ മിശിഹായുടെ പ്രവൃത്തിയായിട്ട് യെശയ്യാ പറയുന്നത്. 5 കാര്യങ്ങളാണ്. 1, കണ്ണു തുറക്കണം, അന്ധന്റെ കണ്ണു തുറക്കണം. 2, വിലപിക്കുന്നവരെ ആശ്വസിപ്പിക്കണം. 3, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യത്തിൽ. ബാലനായ ഈശോയെ 7ാമത്തെ വയസ്സിൽ ഔസേപ്പ് പിതാവ് കൈക്ക് പിടിച്ചുകൊണ്ട് റബ്ബിയുടെ അടുത്ത് കൊണ്ടുപോകുന്നതായിട്ട് എഴുതിയിട്ടുണ്ട്. എല്ലാ യഹൂദരായിട്ടുള്ള ബാലന്മാരെയും കൊണ്ടുപോകും 7ാമത്തെ വയസ്സ്. എന്നിട്ട് 5 വർഷം ആ ഗുരുവിന്റെ കീഴിൽ അവർ പഠിക്കും. എന്ത്? തോറ അഥവാ പഞ്ചഗ്രന്ഥി, നബിയും അഥവാ പ്രവാചകഗ്രന്ഥങ്ങൾ, ഖുതുബീം അഥവാ ലിഖിതം, ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ 12ാമത്തെ വയസ്സിൽ ഈ കുഞ്ഞ് ചുമലിൽ ഒരു ചുരുളുമായി ഈ റബിയേയും കൂട്ടിക്കൊണ്ട് ദേവാലയത്തിലേക്ക് വരും. വന്നിട്ട് ചുരുള് അവരുടെ ബേമായി, ബേമ എന്ന് പറഞ്ഞാൽ അവരുടെ ഇതാണ് ബേമ. നമ്മുടെ മലങ്കര ക്രമത്തിൽ ഇതാണ്, പക്ഷേ സിറോ മലബാർ ക്രമത്തിൽ ബൈബിളൊക്കെ വായിക്കുന്നത് കണ്ടിട്ടില്ലേ? കുർബാനയ്ക്കിടയ്ക്ക് അച്ഛൻ ഈ കുർബാന ഈ വിശുദ്ധ ബൈബിൾ ഇങ്ങനെ ചുമന്നുകൊണ്ട് വരും. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ, അതൊക്കെ പാടിക്കൊണ്ട് ഇങ്ങനെ വരുന്ന കണ്ടിട്ടില്ലേ? അതാണ് ആ ചുരുൾ കൊണ്ടുവന്നിട്ട് ബേമായിൽ വെക്കും. ഈ ഭക്തനായ യഹൂദ കുഞ്ഞും 12ാമത്തെ വയസ്സിൽ പഠിച്ച ചുരുൾ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കും. എന്നിട്ട് അവരൊരു ബലി അർപ്പിക്കും. ആളും തരം നോക്കി, പൈസക്ക് നോക്കി, ചിലപ്പോൾ ചങ്ങാലിയെ പ്രാവിനെയൊക്കെ ഉള്ളായിരിക്കും ബലി അർപ്പിക്കാൻ. ബലി അർപ്പിച്ചതിന് ശേഷം ഒരു വൈവാ പരീക്ഷ നടക്കും. ദേവാലയത്തിലെ റബിമാരെല്ലാം കൂടെ ഈ കുഞ്ഞിനോട് പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് ക്ലാരിറ്റിക്ക് വേണ്ടി ചില ചോദ്യങ്ങളാണ്. ഞങ്ങൾ ഈ അച്ഛന്മാരൊക്കെ കുറേ വൈവാ പരീക്ഷകൾ കഴിഞ്ഞവരാണ്. ഓരോന്നിനും പ്രത്യേക പരീക്ഷകൾ, കൂടാതെ പഠിത്തമെല്ലാം കഴിയുമ്പോൾ ഒരു വൈവ പഠിച്ചെല്ലാം കൂടെ. എന്നിട്ട് വിശുദ്ധ കുമ്പസാരത്തിന് പ്രത്യേക ഫാക്കൽറ്റി കിട്ടണമെങ്കിൽ പിന്നെയും ഒരു വൈവാ പരീക്ഷ. അങ്ങനെ ഒത്തിരി വൈവാകൾ കഴിഞ്ഞ് നമ്മൾ യോഗ്യരാണെന്ന് കണ്ടു കഴിഞ്ഞിട്ടേ പട്ടമൊക്കെ തരത്തുള്ളൂ. ഇല്ലേ ഫാക്കൽറ്റികളൊന്നും പൂർണ്ണമാകത്തില്ല. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞിൽ 12ാമത്തെ വയസ്സിൽ ഈ വൈവാ പരീക്ഷ ജയിച്ചു കഴിയുമ്പോൾ ദേവാലയത്തിൽ വെച്ചൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആ സർട്ടിഫിക്കറ്റിന്റെ പേരാണ് ബാർ മിത്സുവ. എന്താണ്? ബാറല്ല, ബർ എന്ന് പറഞ്ഞാൽ മകൻ, സൺ എന്നർത്ഥം. മിത്സുവ എന്ന് പറഞ്ഞാൽ കൽപ്പന, നിയമം, നിയമത്തിന്റെ മകൻ, കൽപ്പനയുടെ മകൻ, ഉടമ്പടിയുടെ മകൻ. ഇതാണ് ആ സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിയുമ്പോൾ 1 വർഷത്തേക്ക് ഒരു പ്രൊബേഷൻ പീരീഡാണ്. എന്ന് പറഞ്ഞാൽ നിത്യവ്രതം എടുക്കുന്നതിന് തൊട്ട് മുൻപുള്ള 1 വർഷം. ഓരോ യഹൂദ കുഞ്ഞും ഈ 13 വയസ്സ് വരെ 1 വർഷത്തേക്ക് വീണ്ടും ഇതിൽ തന്നെ ഉറച്ചു നിൽക്കും. എന്നിട്ട് 13ാം വയസ്സിൽ അവൻ നിത്യമായൊരു വ്രതം എടുക്കും. ഞാൻ എന്നേക്കുമായി ഈ കൽപ്പന പാലിച്ചു കൊള്ളാം. അങ്ങനെ വ്രതം എടുത്തതിന് ശേഷമാണ് പിന്നീട് യഹൂദ കുഞ്ഞുങ്ങൾക്ക് വളർന്നു കഴിയുമ്പോൾ കല്യാണം കഴിക്കാനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. മക്കളാണെങ്കിൽ, കല്യാണം വേണമെങ്കിൽ, കുടുംബത്തൊഴിൽ ചെയ്യണം, കടിഞ്ഞൂൽ പുത്രത്തെ നടത്തണമെങ്കിൽ എല്ലാത്തിനും ഈ ബർ മിത്സ്വ വേണം. അവരുടെ സാമൂഹ്യ ജീവിതം മതജീവിതം തന്നെയാണ്. അപ്പോൾ ഈശോ പതിവ് പോലെ ദേവാലയത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ, നിയമത്തിന്റെ പുത്രനായിരുന്നു. അതാണ് എന്ന് പറഞ്ഞാൽ അവൻ ഒരു വ്രതം എടുത്തു. എനിക്കിത് വ്രതമാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്കിതൊരു വ്രതമാണ്, എനിക്കിതൊരു വ്രതമാണെന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, ഞാൻ ഇതിനു വേണ്ടി മരിക്കാനും തയ്യാറാണ്. ഇതാണ് വ്രതം എന്ന വാക്കിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ് എന്ന് തീരുമാനമെടുത്ത ആളാണ് ആര്? ഈശോ. പലരും പറയും ഈശോ ഭയങ്കര വിപ്ലവകാരി, ചാട്ട എടുത്തു വെട്ടി അടിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ പറയാണ് ഈശോ ശക്തമായ ഒരു മതജീവിതത്തിന്റെ ഉടമയായിരുന്നു. തിരുത്തേണ്ടതൊക്കെ അവൻ അതിൽ തിരുത്തി. പക്ഷേ അടിസ്ഥാനപരമായിട്ട് അവൻ ഒരു ഘടനയിൽ, ഒരു സ്ട്രക്ചറിൽ ഉൾപ്പെട്ടവനായിരുന്നു. വീണ്ടും 3ാമത്തെ ഒരു ഭക്തനായ ഈശോ, ഒരു യഹൂദൻ എന്ന നിലയിൽ ഈശോ എന്താ ചെയ്തത്? 3ാമത്തെ കാര്യമാണ് ഈശോ കുടുംബ പ്രാർത്ഥനയിൽ അംഗമായിരുന്നു. ജോയലേ, ഈശോ കുടുംബ പ്രാർത്ഥനയിലെ അംഗമായി എന്ന് പറഞ്ഞാൽ
അതെങ്ങനെ മനസ്സിലാകുന്നേ? ഈശോയുടെ പരസ്യ ജീവിതത്തിൽ ഈശോ എപ്പോഴൊക്കെ ഫുഡ് കഴിച്ചോ അപ്പോഴൊക്കെ അതിനും തൊട്ടു മുമ്പും അതിന് പിന്നും ഈശോ പ്രാർത്ഥിച്ചു. യഹൂദന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഭക്ഷണത്തിന് മുമ്പും ബിംബുവാണ്. യഹൂദൻ ഭക്ഷണത്തിന് മുമ്പ് ഹല്ലേൽ സംഗീതങ്ങൾ പാടി പ്രാർത്ഥിക്കുമായിരുന്നു. പെസഹായ്ക്ക് മുൻപ് 113, 114, 115 സങ്കീർത്തനം ചെറിയ ഹല്ലേൽ. പെസഹായ്ക്ക് ശേഷം വലിയ ഹല്ലേൽ 115, 116, 117, 118 വലിയ ഹല്ലേൽ ഗീതങ്ങൾ പാടുമായിരുന്നു. എല്ലാം ഭക്ഷണത്തിന് മുമ്പ് ഇവർ പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈശോ പരസ്യ ജീവിതത്തിൽ ഒരു തുണ്ട് അപ്പം കയ്യിലെടുക്കുമ്പോ അപ്പാ അങ്ങേക്ക് നന്ദി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈശോ വീട്ടിൽ പ്രാർത്ഥിച്ചിരുന്നു. 30 വയസ്സ് വരെ ഈശോ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുത്ത്. അതിൻ്റെ തുടർച്ചയാണ് ഈശോ പരസ്യ ജീവിതത്തിൽ. അപ്പോൾ നമുക്ക് മനസ്സിലാകുകയാണ് പ്രിയപ്പെട്ടവരെ, ഈശോ ഒരു ഭക്തനായ യഹൂദൻ എന്ന നിലയിൽ പ്രാർത്ഥിച്ചിരുന്നു. എന്താ നമ്മുടെ വിഷയം? പരിശുദ്ധാത്മാവ്. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുക? ഒറ്റ വഴിയേ ഉള്ളൂ, പ്രാർത്ഥന. ആദ്യത്തെ ഘട്ടം എന്താണ്? നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സഭയിൽ, ഘടനയിൽ, സ്ട്രക്ചറിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നിന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ മതപരമായ പ്രാർത്ഥനകളും യാമ പ്രാർത്ഥനകളും കൂദാശകളും നീ കൃത്യമായി ഇടതടവില്ലാതെ കുടുംബ പ്രാർത്ഥനകളും നടത്തിയാൽ നിന്നിൽ നിറയുന്ന പ്രതിഭാസത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയാ. സർവ്വമേർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്നാമത്തെ ഘട്ടം ഇതാണ്. പരിശുദ്ധാത്മാവ് നിറയണമെങ്കിൽ എന്ത് വേണം? കുടുംബ പ്രാർത്ഥന, പള്ളി പോണം, കൂദാശ ജീവിതം വേണം. ഇനി മിശിഹ എന്ന നിലയിൽ ഈശോ പ്രാർത്ഥിച്ചു. മിശിഹ എന്ന നിലയിൽ അതുകൂടെ മനസ്സിലാക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് അവനിൽ നിറഞ്ഞത് എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് ഞാൻ പറഞ്ഞു ലൂക്കായുടെ സുവിശേഷം. ലൂക്കായുടെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിന്റെ 21-ാം തിരുവചനം, 21, 22, 23 തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുക. പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ്, അതായത് മിശിഹ എന്ന നിലയിൽ ഈശോ തന്റെ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് ഈശോ എന്താ ചെയ്തതെന്നറിയാമോ? നമ്മളിങ്ങനെ വായിക്കുന്നു. ലൂക്കാ 3:21 മുതൽ, ജനം മുഴുവൻ സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അടുത്ത വചനം, അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്നൊരു സ്വരവുമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈശോ തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചപ്പോൾ the first act of Messiah was the act of prayer. നമ്മുടെ ദൗത്യത്തിന്റെ ആദ്യത്തെ പടി പ്രാർത്ഥിക്കാതെ നമ്മൾ ഒരു കാര്യവും വിജയിപ്പിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലെന്നുണ്ടെങ്കിൽ ജീവിതം ഒരു പരാജയമാണെന്ന് അറിഞ്ഞിട്ടുള്ള ദൈവമക്കൾ ആദ്യമേ ചെയ്യേണ്ടത് എന്താണ്? പ്രാർത്ഥിക്കുക. ഇവിടെ ബൈബിളിൽ ലൂക്ക എഴുതി വെക്കുകയാണ്, ജനം മുഴുവൻ സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. നിങ്ങളതിൽ ഒന്ന് ഭാവനയിൽ കാണുന്നതല്ല. യോർദാന്റെ നദിക്കര, നദിയിലേക്ക് ഒരല്പം ഇറങ്ങി സ്നാപക യോഹന്നാൻ നിൽക്കുകയാണ്. നദിക്കരയിൽ നിന്ന് ലൈനായിട്ട് ആളുകൾ വന്ന് നിൽക്കുകയാണ്. ഓരോരുത്തർ വരുന്നു, പാപം ഏറ്റു പറയുന്നു. യോഹന്നാൻ സ്നാപകൻ അവനെ ഈ വെള്ളത്തിൽ മുക്കുന്നു, കയറ്റിവിടുന്നു. അപ്പോൾ ഈശോയും വന്ന് ഈ ക്യൂവിന്റെ അങ്ങേ അറ്റത്ത് നിന്ന്, ലൂക്ക പറയാണ്, അവൻ അങ്ങേ അറ്റത്ത് നിന്ന് എന്തോ ചെയ്യായിരുന്നു? ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ അങ്ങേ അറ്റത്ത് നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അവൻ പ്രാർത്ഥിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ് അവൻ പ്രാർത്ഥിച്ചതെന്ന് ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ പ്രാർത്ഥിച്ചത് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടാണ്. കാരണം അവന് മനസ്സിലായി, എന്റെ ദൗത്യം പൂർത്തിയാകണമെങ്കിൽ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ലക്ഷ്യം എനിക്ക് നിറവേറ്റണമെങ്കിൽ ഈ സ്വർഗത്തിന്റെ ശക്തി ഇറങ്ങിയേ പറ്റൂ. സ്വർഗരാജ്യം ഭൂമിയിൽ വ്യാപരിക്കണമെങ്കിൽ ദൈവത്തിന്റെ കരം വെളിപ്പെട്ടേ പറ്റൂ. ദൈവത്തിന്റെ കരത്തിന് ബൈബിൾ വിളിക്കുന്ന പേരാണ് പരിശുദ്ധാത്മാവ്, ദ ഫിംഗർ ഓഫ് ദ ലോർഡ്. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്,
ദൈവത്തിന്റെ കരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വരുന്നത് പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ്. ഈശോ പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടാണ്. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഈശോ പറഞ്ഞു, നിങ്ങൾ ചോദിക്കുക, കിട്ടും. ഇത് അന്വേഷിക്കുക, കണ്ടെത്തും. ചോദിച്ചിട്ട് കിട്ടിയില്ല, അന്വേഷിക്കുക. അന്വേഷിച്ചിട്ടും കിട്ടിയില്ല, മുട്ട തുറക്കപ്പെടും. ഒരു ഉപമയാ പറയുന്നത്. ഒരു സ്നേഹിതന്റെ അടുത്തേക്ക് വേറൊരു സ്നേഹിതൻ വന്നു. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 5 മുതൽ. ഒരു സ്നേഹിതന്റെ വീട്ടിൽ രാത്രി വേറൊരു സ്നേഹിതൻ നടന്ന് ക്ഷീണിച്ച് വന്നു. അവന്റെ മുഖം കണ്ടപ്പോൾ ഈ സ്നേഹിതന് മനസ്സിലായി പട്ടിണിയാണ്. രാവിലെ ഒട്ടൊന്നും കഴിച്ചിട്ട്. രാത്രി 11 മണിയായി. ഇവന്റെ വീട്ടിൽ ഒന്നുമില്ല. കഞ്ഞിക്കലത്തി വെള്ളം എടുത്തങ്ങ് ഒഴിച്ചു. ഇനി ഒന്നുമില്ല. എന്ത് ചെയ്യാൻ പറ്റും? അവൻ അടുത്തൊരു സ്നേഹിതന്റെ വീട്ടിൽ ചെന്നപ്പോൾ മനസ്സിലായി ലൈറ്റ് എല്ലാം ഓഫാണ്. എല്ലാവരും ഉറക്കമായി. 11 മണിയായി. ഇവനിങ്ങനെ നിന്നപ്പം തൻ്റെ വീട്ടിൽ വന്ന സ്നേഹിതന്റെ മുഖം ആ മുഖത്ത് ഈ മനസ്സിൽ വരുന്നത്. അയാൾ മെല്ലെ ഗേറ്റ് തുറന്നു. എന്നിട്ട് കതകിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പെതിയെ മുട്ടി വിളിച്ചു, വറീദിന് മനസ്സിലായി ഒരു ശല്യക്കാരൻ വന്നിട്ടുണ്ട്. സ്നേഹിതനാണ്, പക്ഷേ ഇന്ന് എൻ്റെ ഉറക്കം കളയാനായി ഇവൻ്റെ മിണ്ടോതെ വറീദ് കിടന്നു. പക്ഷെ വിടുന്ന ഭാവമില്ല. വിളിയോടെ വിളിയാ, വറീദേ. സഹി കേട്ടിട്ട് വറീദ് ജനലിൻ്റെ ഒരു പാളി തുറന്നിട്ടുണ്ട്. പോടാ, എനിക്ക് എഴുന്നേറ്റൊന്നും തരാൻ പറ്റില്ല. രാത്രിയാ, കഥ കടച്ചു കഴിഞ്ഞു, ക്ലോസ്ഡ്. മാത്രമല്ല പിള്ളേരും എൻ്റെ കൂടെ. ഞാൻ എഴുന്നേറ്റ പിള്ളേർ ഉണരും. ഇന്ന് ഞങ്ങളുടെ ഉറക്കം പോക്ക. കുസൃതിക്ക് കൈയും കാലും വെച്ച പിള്ളേരാ. എഴുന്നേറ്റ തീർന്നു പോ. അപ്പൊ ഈ മനുഷ്യന് മനസ്സിലായി ഇവൻ എവിടാ കിടക്കുന്നതെന്ന്. ജെല്ല് തുറന്നു. അവൻ പെരിയെ പോയെന്നാണ് കരുതിയത്. പക്ഷേ തപ്പിപ്പിടിച്ച് ജനലിൻ്റെ അടുത്ത് വന്നു. ജനലിൻ്റെ അടുത്ത് വന്നപ്പോൾ ഇയാൾ ജനലിങ് അടച്ചു. ഉടനെ അവൻ അവിടെ നിന്നിട്ട് അന്വേഷിച്ചു, കണ്ടെത്തി. ഇവിടാണ് ഇവൻ കണക്കണേ. അവൻ ജനലെ മുട്ടാൻ തുടങ്ങി. ഇവന് മനസ്സിലായി രക്ഷയില്ല. ബൈബിൾ എഴുതി വെച്ചിരിക്കുകയാണ്, സ്നേഹിതൻ എന്ന നിലയിൽ ഇവനൊന്നും കൊടുക്കത്തില്ലെങ്കിലും നിർബന്ധം ഒരു ശല്യമായപ്പോൾ, ഈ ശല്യം ഒരു അലട്ടലായപ്പോൾ അവൻ എഴുന്നേറ്റിട്ട് കഥവ് തുറന്ന് അവന് വേണ്ടുന്ന ഫ്രിഡ്ജിൽ നിന്ന് അപ്പോൾ എടുത്ത് കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, ദുഷ്ടരായ മാതാപിതാക്കൾ മക്കൾക്ക് അപ്പം ചോദിച്ച, മീൻ ചോദിച്ച പാമ്പിനെ കൊടുക്കുവോ? മുട്ട ചോദിച്ച തേളിനെ കൊടുക്കുവോ? നിങ്ങൾക്ക് പോലും അറിയാം ദുഷ്ടരായ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ല കാര്യങ്ങൾ കൊടുക്കാൻ. അങ്ങനെയെങ്കിൽ സ്വർഗസ്വനായ നല്ലവനായ എൻ്റെ അപ്പായോട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ എത്രയധികമായി തരും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ചോദിച്ച് കിട്ടിയില്ലെങ്കിൽ അന്വേഷിച്ചിട്ടും കിട്ടിയില്ല മുട്ട്. ഇവിടെ സ്നാപക യോഹന്നാന്റെ മുൻപിൽ ഈശോ ക്യൂ നിൽക്കുകയാണ്. ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, ചോദിച്ചിട്ട് കിട്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അന്വേഷിച്ചിട്ടും കിട്ടാത്തപ്പോ ഈശോ മുട്ടാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് സ്വർഗം തുറന്നു. മുട്ടിയാൽ തുറക്കപ്പെടും. സ്വർഗം തുറന്നു. അവൻ ചോദിച്ചതിന് വേണ്ടിയിട്ടാണ്, പരിശുദ്ധാത്മാവിന് വേണ്ടി. അതുകൊണ്ടാണ് ലൂക്ക എഴുതി വെച്ചിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് അവന്റെ മേലിറങ്ങി വന്നു, അത്യുന്നതന്റെ ആ ശക്തി അവന്റെ മേൽ ആവസിച്ചു. പിന്നീട് ഈ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. മരുഭൂമിയുടെ ഗർഭപാത്രമാണ് മരുഭൂമി.